ഒരുപാട് ഈ ഏലിയൻ അബ്ഡക്ഷൻ സ്റ്റോറീസ് ഉണ്ട് എങ്കിലും ഇതിന്റെയൊക്കെ ഒരു വൺ ലൈൻ എടുത്തു എന്ന് വിചാരിച്ചോ. ഏഹ് അതായത് ഇങ്ങനെയാണ് ഒരു അബ്ഡക്ഷൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വൺ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10-12 സിനോപ്സിസ് സെയിം ആയിരിക്കും. അതെ അതെ മനസ്സിലായോ? ശരിയാ ശരിയാ. ഒരുപാട് കോമൺ ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ചില കാര്യങ്ങൾ ഏരിയ കോമൺ ആയിരിക്കും. അത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ബഫ്ലെഡ്ജ് ക്യാമ്പ് ഇൻസിഡന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ബെറ്റി ബാണ ഈ സംഭവത്തിന്റെ ഒരു 7 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 1968 ഇതൊരു അമേരിക്കയിലുള്ള ഒരു ക്യാമ്പാണ്. അമേരിക്കയിലെ വെർമോണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്യാമ്പ് നടത്തിപ്പിൽ ഉള്ള ഒരു സഹായിയായിട്ട്, ക്യാമ്പിലൊരു സഹായിയായിട്ട് ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ ആളുണ്ട്. ക്യാമ്പിൽ തന്നെയുള്ള ഒരു ഇൻസ്ട്രക്ടറാണ്, ഒരു വാട്ടർ സ്കീപ്പ് എന്തോ ഒരു പ്രോഗ്രാമിൽ ഇൻസ്ട്രക്ടറായിട്ട് ജാനറ്റ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്. ഇവർ ഈ ക്യാമ്പിൻ്റെ ഇടയിൽ, ആ ക്യാമ്പ് നടക്കുന്ന ഒരു തടാകത്തിൻ്റെ ഒരു സൈഡിലാണ്. ഈ ക്യാമ്പ് നടക്കുമ്പോൾ ഏകദേശം ക്യാമ്പ് കഴിയാനായ സമയത്ത് ഇവർ രണ്ടാളും കൂടെ ഈ തടാകത്തിൻ്റെ അടുത്ത് പോയി. തടാകത്തിൻ്റെ അടുത്ത് അവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇരിക്കുന്നുണ്ട്. ആ ബ്രിഡ്ജിൽ ഇവർ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു സന്ധ്യ ആവാനുള്ള ടൈമിലാണ് അവർ പോയത്. അപ്പം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് കുറച്ചൊരു തിളക്കുള്ളൊരു വസ്തു, സെയിം സാധനം തന്നെ, ആകാശത്ത് ഒരു തിളക്കുള്ള വസ്തു കാണുന്നു. അതിൽ മൈക്കിൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ വീനസ് നമ്മൾ കാണണ്ട, വീനസ് നല്ല തിളക്കുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ വീനസിൻ്റെ അതായത് വ്യക്തമായ ഒരു വീനസിൻ്റെ ഒരു ചിത്രം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ ആദ്യം വിചാരിച്ചത്. അതായത് ഒരു വിഷ്വൽ കാണുകയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ പക്ഷെ അസാധാരണ തിളക്കമായിരുന്നു, ഒരു സാധാരണ തിളക്കമായിരുന്നു. അപ്പോൾ അവർ കുറേ നേരം അത് നോക്കി നിന്നപ്പോൾ പിന്നീട് അവർക്ക് തോന്നി ഈ ഒരു തിളക്കം വലുതായി വരുന്നു. അതായത് കുറച്ചും കൂടി തിളക്കം, പിന്നെയും തിളക്കം, അങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് അവർ. പിന്നെ പക്ഷെ അതിൻ്റെ ഷേപ്പ് മാറിയത്, അതായത് ഈ തിളക്ക റൗണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ പരന്നതായി മാറി, ഒരു നീണ്ടത്. അപ്പോൾ ഇവർ നോക്കുന്നതായിട്ട് ഇത് ഒരു 3 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന മാതിരിയാണ് ഇവർക്ക് തോന്നിയെന്നാണ് ഇവർ പറയുന്നത്. അതിൽ ഒരു തിളക്കമുള്ള ഒബ്ജക്റ്റ് ഇവരുടെ നേരെ വരുന്നതായിട്ടും ഇവർക്ക് തോന്നി. അതായത് ഇവര് കണ്ടുകൊണ്ടിരുന്ന സാധനം ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആയിരുന്നു, പക്ഷെ അടുത്തേക്ക് വന്നപ്പോ അത് 3 പാർട്ടായി മാറി. അത് മേ ബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുമിച്ചിട്ട് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതിന്റെ ലൈറ്റ് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് കൂടുതൽ വെളിച്ചമായിട്ട് നമുക്ക് തോന്നിയത്. അതെ, ഒരുമിച്ച് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ദൂരെ നമുക്ക് അതിന്റെ കറക്റ്റ് ചില ബൈനറി സ്റ്റാർ സിസ്റ്റം ഒക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും അത് 2 ആയിരുന്നു, പക്ഷെ നമ്മൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുപോലെയാണ് ഇവർക്ക് തോന്നി. അങ്ങനെ അതിലൊന്ന്, മറ്റു 2 എന്താണ് പോയതാണോ എവിടെയാണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവരുടെ ഓർമ്മയിൽ ഇതിൽ ഒന്നാണ് അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവർക്ക് തോന്നിയത്. അപ്പോൾ ഇവർ ആദ്യം ഇത് എന്താന്നുള്ളൊരു സംഭവത്തിൽ നിന്നതും പിന്നീട് ഇവർക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു പ്രശ്നമുള്ള സംഭവം വരാൻ പോവാണ്. അതിൽ കുറേ കഴിഞ്ഞ സമയത്ത് ഇത് നേരെ വന്ന് മുകളിലേക്ക് പൊന്തി ഇവരുടെ നേരെ മുകളിലായിട്ട്, കറക്റ്റ് നേരെ മുകളിലായിട്ട് വന്ന് നിൽക്കുക ചെയ്തത്. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ ശക്തമായൊരു വെളിച്ചം ഇവർ മേല് വന്ന് വീഴും. ഇവർ രണ്ടുപേരുടെയും മേളിലേക്ക് വീഴുകയാണ് ആ വെളിച്ചം വീഴുന്ന സമയത്ത് ഇവർക്ക് ആ വെളിച്ചത്തിനെ ഒരു ടോർച്ച് നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെളിച്ചം വീഴും. പക്ഷെ അങ്ങനെ ഒരു സംഭവമല്ല, ഒരു എന്താ പറയുക, എന്തോ ഒരു ലിക്വിഡ് മേലെ തട്ടി നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണ് അവർക്ക് ഉണ്ടായെന്നാണ് അവർ പിന്നീട് പറഞ്ഞത്. അതായത് അപ്പോഴവരതൊന്നും ഓർക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അവരുടെ ഇന്റർവ്യൂലൊക്കെ അവർ പറയുന്നത്. അതായത് സംഭവം എങ്ങനെയാ, അവർ ആ വെളിച്ചം വീഴുന്നതോടുകൂടി അവരുടെ ഓർമ്മ കിളി പോയി തന്നെ. അപ്പോൾ അങ്ങനെ അത് എത്ര നേരം അവരങ്ങനെ എന്താ സംഭവിച്ചതെന്നോ, അത് എത്ര നേരം അവരവിടെ ഉണ്ടായിരുന്നോ, ആ വസ്തു എത്ര നേരം ഉണ്ടായിരുന്നു ഒന്നും അവർക്ക് അപ്പോഴൊന്നും ഓർമ്മയില്ല. കുറേ കഴിഞ്ഞ് അവർ നോക്കിയപ്പം ചുറ്റും ഇരുട്ടാണ്, ഒരു വെളിച്ചമോ അങ്ങനെ ഒന്നും തന്നെ അവരുടെ ഇതൊന്നും കാണുന്നില്ല. അവർ സാധാരണമാര് എണീറ്റു. പിന്നെ ആ ക്യാമ്പിൽ നിന്ന് അവർ അതിനെപ്പറ്റി സംസാരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വേറൊരു രസകരം. അവർ പിന്നീട് പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് ഒന്നും സംസാരിക്കാൻ പോയില്ല, കാരണം അത്രയ്ക്കും
മെമ്മറി അവർക്ക് ലോസ് ആയിട്ടുണ്ടായിരുന്നു. സമയം എത്രയാണെന്ന് അറിയില്ല, അവർ എത്ര നേരം അവിടെ കിടന്നു എന്ന് ഒന്നും അറിയില്ല. ആ മൈക്കിൾ എണീറ്റ് നോക്കുമ്പോൾ ജാനറ്റ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി എന്താ പറയുക, എന്തോ ഒരു കിളി പോയ അവസ്ഥ, ഒരു പകുതി ഉറക്കത്തിലാണോ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് അവർ കിടന്നിരുന്നത്. അങ്ങനെ അവർ അവിടുന്ന് പോയി, ക്യാമ്പ് കഴിഞ്ഞ് പോയിട്ട് 5 വർഷത്തിന് ശേഷം ആണ് ഇവർക്ക് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ. കാരണം എന്താ വെച്ചാൽ മൈക്കിൾ എന്ന വ്യക്തിക്ക് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അതായത് ഈ സ്വപ്നത്തിൽ ഇവർ കാണുന്ന വിഷ്വൽ എങ്ങനെയാണ്, പെട്ടെന്ന് ആരൊക്കെയോ ഇവരെ എടുത്തു കൊണ്ടുപോകുന്നതും പിന്നെ ഒരു ലാബ് പോലെയുള്ള സ്ഥലത്ത് ആരൊക്കെയോ ചുറ്റും നിൽക്കുന്നതും, എക്സാമിനേഷൻ, ഇങ്ങനത്തെ ഇതാണ് ഇവർക്ക് സ്വപ്നത്തിൽ കാണുന്നത് കറക്റ്റ്. പക്ഷെ കൃത്യമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ഇവര് നല്ല മൈക്കിൾ UFO സ്റ്റഡി, അങ്ങനെ ഈ മൊത്തത്തിൽ ഈ ഒരു വിഷയം ഒക്കെ കൂടി ചേർത്തിട്ട് ഇവർക്ക് എന്തോ ഒരു സംശയം തോന്നി. UFO പോലത്തെ ഒരു സ്റ്റഡി സ്ഥലത്ത് പോയിട്ട് ഇവർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അവരാണ് ഈ മൈക്കിളിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ കൂടുതൽ കറക്റ്റായിട്ടുള്ള ഫോം ഇവർക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ലൈറ്റ് വീണതിന് ശേഷം ഇവർ എത്തിപ്പെട്ടത് ഒരു ലാബ് പോലുള്ള സ്ഥലത്തായിരുന്നു. അവിടെ ഒരു എന്താ പറയുക, നീളം കുറഞ്ഞ ഉന്തിയ നെഞ്ചൊക്കെ ആയിട്ടുള്ള ഒരു കറുത്ത കണ്ണുകൾ, വലിയ കറുത്ത കണ്ണുകളുള്ള ഒരു കുറച്ച് രൂപങ്ങൾ ഇവർ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഡ്രസ്സില്ല, ഇവരൊരു മേശയിൽ അല്ല, ഇവർക്കും ഡ്രസ്സില്ല, ഇവർക്കും ഇല്ല. ഈ മനുഷ്യന്മാരുടെ ശരീരം എന്ന് പറഞ്ഞാല് രോമങ്ങളൊന്നുമില്ല, വെറും പക്കാ ഷേവ് ചെയ്ത പോലത്തെ ഒരു ശരീരവും കുറച്ച് തിളക്കമുള്ള ഒരു തരത്തിലുള്ള തിളക്കമുള്ളൊരു ശരീരമാണ് അവർക്ക് ഉണ്ടായിരുന്നാണ് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവരെ ഇവിടെ കിടത്തുന്നു പരീക്ഷണം. ഇതാണ് മൈക്കിൾ പറഞ്ഞത്. ഇതേ കാര്യം തന്നെ ജാനറ്റിനെ ഹിപ്നോട്ടിസ് ജാനറ്റ് സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. ജാനറ്റിന് അത് ഒന്നുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു ലിക്വിഡ്, എന്തോ ഒരു സംഭവം ഇവർ സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. എന്തോ കുത്തിയൊരു വേദന, ഒരു വേദന പോലെ ഇവർക്ക് ഫീൽ ചെയ്തു. എന്തോ മുടിയുടെ കഴുത്തിൻ്റെ അവിടെ എന്തോന്ന് പിടിച്ചു വലിക്കുന്നത് പോലത്തെ ഒരു ഫീല് ഇവർക്ക് കിട്ടി. പക്ഷെ അവർ കിടന്നിരുന്ന മേശ വളരെ തണുപ്പായിരുന്നു പോലും, ഒരു തണുത്ത ഒരു ഐസിന്റെ ഒരു തണുത്ത പ്രതലത്തിൽ കിടക്കുന്ന പോലെ ഒരു ചിന്തയുണ്ടായി. അതിനുശേഷം അതാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഇവർ രണ്ടും വേറെയാണ് ഹിപ്നോട്ടിസ് ചെയ്തത്. ഇവർ രണ്ടുപേരും പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരേപോലെയായിരുന്നു. അതായത് ഈ ബെറ്റീന്റെ അതേ കേസിൽ പറഞ്ഞ ഡ്രസ് ഇല്ല, ഒരു സ്ഥലത്ത് പോയി കിടക്കുന്നു, ഡ്രസ് മാറ്റിലാണ്. അവർക്കത് ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. സാമ്പിൾ എടുക്കുമ്പോൾ നമ്മളൊക്കെ ലാബിൽ പോയിട്ട് സാമ്പിൾ എടുക്കുമ്പോൾ അപ്പൊ ഇവരുടെ ഫസ്റ്റ് ജോബ് ഇതാണ്. ഈ ഡ്രസ് ഉണ്ടാവില്ല, ഒരു മേശയിൽ കിടത്തുന്നു, എന്തൊക്കെയോ കുത്തിയെടുക്കുന്നു, സ്രവങ്ങൾ എടുക്കുന്നു, വിടുന്നു. പിന്നെ യാതൊരു ഓർമ്മയുണ്ടാവില്ല. പിന്നെ കുറെ കഴിഞ്ഞ സ്വപ്നങ്ങൾ എങ്ങനെയാ അവർ കാണുന്നവർക്ക് തലച്ചോറിൽ ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് അല്ല. അത് എനിക്ക് തോന്നിയ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള സ്റ്റോറീസിൽ ഇതേപോലെ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാർ സ്റ്റോറി അല്ല പറയുന്നത്, സീക്വൻസ് ആണ് പറയുന്നത്. പൊതുവേ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, സീക്വൻസ് ആണ്, മൈക്രോ സെക്കൻഡുകളിലുള്ള സീക്വൻസ് ആണ്. ഈ സാധനം ഇവരുടെ നോൺ കോൺഷ്യസ് മെമ്മറിയിൽ വരുന്നതാണ്. അതായത് നമ്മളിപ്പം സയന്റിഫിക്കലി പറയുന്ന ചില സാധനങ്ങളുണ്ട്. അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റു, രാത്രി വരെ നമ്മളൊരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ അതിൽ തന്നെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ കാണുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. പക്ഷെ നോൺ കോൺഷ്യസ് മൈൻഡിൽ പല വിഷ്വൽസും ഉണ്ടാവും. ഈ വിഷ്വൽസ് ഒന്നും നമ്മളെ ഓർമ്മയിലേക്ക് വരില്ല, ഓർമ്മയിലേക്ക് കിട്ടില്ല. പക്ഷെ സ്വപ്നത്തിൽ അത് വരും. കാരണം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു നായ നമ്മളോട് കുരച്ചു, നമ്മൾ ഫോണിലായിരുന്നു. അപ്പൊ നമ്മളെ നായ കുരച്ചു, മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയി. നമ്മൾ ഫോണിൽ നോക്കി, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു നായ നമ്മളോട് കുരച്ചു, നമ്മൾ ഫോണിലായിരുന്നു. അപ്പൊ നമ്മൾ നായ കുരച്ചു, മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയി. നമ്മൾ ഫോണിൽ നോക്കി, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു നായ നമ്മളോട് കുരച്ചു, നമ്മൾ ഫോണിലായിരുന്നു. അപ്പൊ നമ്മൾ നായ കുരച്ചു, മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയി.
പക്ഷെ നായ കുരച്ച ആ വിഷ്വല് നമ്മുടെ നോൺ കോൺഷ്യസ് മൈൻഡിലുണ്ട്. അതായിരിക്കും രാത്രി നമ്മളെ സ്വപ്നത്തിൽ വരും, ആ നായ നമ്മളെ കടിക്കുന്നതും ഇതൊക്കെ ആയിരിക്കും സ്വപ്നം. അത് പല ആൾക്കാരുടെയും ഈ ഡ്രീം സ്റ്റഡിയിൽ അത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധനം വരുന്നു. മേ ബി നമ്മൾ കോൺഷ്യസ് സ്റ്റേജിൽ അല്ലാത്തപ്പോഴാണല്ലോ നമ്മൾ അവർ അബ്ഡക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന വിഷ്വൽസ് ഒക്കെ നമ്മുടെ നോൺ കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഉണ്ടാവുക. അറിയില്ല. കാരണം എന്തായാലും ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ എത്രയോ ദശലക്ഷം പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തൊന്നും നമ്മളെ തേടി ഭൂമിയിൽ വരെ എത്തി നമ്മളെ തട്ടിക്കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജിക്കൽ ബ്രില്യൻസ് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് ചിലപ്പോൾ ലൈറ്റ് കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫോട്ടോൺസ് നമ്മൾ കാണുന്നത് മാത്രം ആയിക്കൊള്ളുന്നില്ല. ലിക്വിഡ് ഫോമിലുള്ള എന്തെങ്കിലും ലൈറ്റോ എന്തോ ആ ഒരു പ്രത്യേകത എന്തെങ്കിലും. ഇപ്പം ഈ മാറ്ററിന് 4 ആദ്യം 3 സോളിഡ് പ്ലാസ്മ പോലെ തന്നെ എന്തെങ്കിലും ഒരു വസ്തു അങ്ങനെ എന്തെങ്കിലും ആവാന്ന് നമുക്കറിയാവുന്ന ഫോട്ടോൺസ് തന്നെ ആയിക്കൊള്ളുന്നില്ല, അവരുടെ മേ ബി അങ്ങനെ ആവാം. എനിവേ ഇപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരു സ്റ്റോറി ഉണ്ട്. സംഭവം കുറച്ച് അഡൽസ് ഓൺലി ആണ്. അതായത് ആന്റോണിയോ ബോസ് എന്ന് പറഞ്ഞൊരു ആളാണ്. അപ്പം ആളുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് അത് വേറൊരു പോയിന്റാണ്. അതായത് ഇപ്പൊ ഫസ്റ്റ് ഡോക്യുമെന്റഡ് ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പം ഈ ബെറ്റിയൻ ബാണയാണല്ലോ വരുന്നത്. പക്ഷെ അതിനേക്കാളും മുമ്പെയാണ് ഈ ആന്റോണിയോന്റെ അബ്ഡക്ഷൻ സംഭവിക്കുന്നത്. അത് 2011 അതിനെ കുറിച്ചിട്ട് ഒരാൾ സംസാരിക്കുന്നത്, കാലങ്ങൾക്ക് ശേഷം. അപ്പൊ ഇയാൾ പറയുന്നത് 1957 57 ഇത് സംഭവിക്കുന്നത്. അന്ന് അയാൾക്ക് 23 വയസ്സാണ്. 23 വയസ്സിൽ ബ്രസീലിലാണ് ഈ ആന്റോണിയോന്റെ ഈ ഒരു അബ്ഡക്ഷൻ സംഭവിക്കുന്നത്. മൂപ്പർക്ക് ഒരു വലിയ ഫാം ഉണ്ട്. ആ ഫാമിന്റെ നടുക്കായിട്ടൊരു ഫാം ഹൗസ്, ആ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. രാവിലെ മൂപ്പര് ട്രാക്ടർ എടുത്ത് കൃഷിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ട്രാക്ടർ എടുത്ത് പാട്ടൊക്കെ പാടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശത്തോടൊരു വസ്തു പോകുന്നത് കാണുന്നത്. ഇത് പകലാണ് കേട്ടോ, മീൻസ് രാവിലെ ഒരു 6:30-7 മണി ആ ഒരു സമയം. ആകാശത്തൂടെ ഒരു കോഴിമുട്ട പോവുക. ഈ ആകാശത്തോടെ ഒരു കോഴിമുട്ട പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു സാധനം. ഈ വസ്തു ഇങ്ങനെ പോകുന്ന അയാൾ ട്രാക്ടർ നിർത്തി ഇതിനെ തന്നെ നോക്കി. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നു അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി. അതിന്റെ റൊട്ടേഷൻ കൂടി. അങ്ങനെ ഇത് അതിവേഗത്തിൽ കറങ്ങി മെല്ലെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് ഇയാളുടെ കുറച്ച് മുമ്പിലായിട്ട് അത് മെല്ലെ ലാൻഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 3 കാലുകൾ പുറത്തേക്ക് ഇറങ്ങി. ആ കാല് വെച്ചിട്ടാണ് അത് ലാൻഡ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം, 2025 ഏലിയന് കാല് വേണ്ട, ഏലിയൻ ഷിപ്പിന് കാല് വേണ്ട, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ 57 ഏലിയന് അങ്ങനെയല്ല, അവർക്ക് കാല് വേണം. അത്രയും പുരോഗമി നമ്മളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അന്നത്തെ 2 കാലുകൾ ഇങ്ങനെ വന്ന് ആ 3 കാലിൽ ഈ ഒരു മറ്റേ കോഴിമുട്ട അങ്ങനെ നിന്നു. ആ കോഴിമുട്ട ഈ മറ്റേ വണ്ടുകൾ ചിറക് വിരിക്കുന്നുണ്ടല്ലേ, അതായത് നമ്മള് വണ്ടിന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വണ്ട് ചിറക് വിരിക്കാം, പ്രതീക്ഷിക്കാത്ത ഒരു ആംഗിളിലാണ് അത് പൊന്തുക. ആ ഒരു ആംഗിളിൽ ഈ ഒരു സാധനം സ്പ്ലിറ്റ് ആയി. അതിന്റെ ഉള്ളിൽ നിന്ന് 3 ഏലിയൻസ് പുറത്തേക്ക് വന്നു. ഏലിയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യമായിട്ടാണ് ആ വസ്തുവിനെ കാണുന്നത്, ആ ഒരു ജീവിനെ കാണുന്നത്. വെള്ള ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വെള്ള ഹെൽമെറ്റ്, ഗ്രേ കളറ്, സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സ്, തിളങ്ങുന്ന ഒരു ഡ്രസ്സ്. ഏകദേശം 3 അടി മുതൽ 4 അടി വരെ വലുപ്പമുള്ള ജീവികളായിരുന്നു അത്. ഇവർ ഈ എഗ്ഗിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരിങ്ങനെ ആന്റോണിയോനെ നോക്കി നിന്നു. നീയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ പേടിക്കും, ഓടി രക്ഷപ്പെടും. ഇത് തന്നെയാണ് ആന്റോണിയോ ചെയ്തത്. മൂപ്പര് ട്രാക്ടർ ഓണാക്കി ട്രാക്ടർ തിരിച്ച് പോകാൻ നോക്കി. ട്രാക്ടർ ജമ്പ് സ്റ്റാർട്ടാവുന്നില്ല, ട്രാക്ടർ ചത്തു. പക്ഷെ എന്നാലും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ശരീരമാസകലം വേർത്തിട്ട് അവൻ ബോധം കെട്ട് വീണു ആ വെയിലത്ത്. അതേസമയം ഈ പിന്നിൽ നിന്നിരുന്ന ഏലിയൻസ് ഉണ്ടല്ലോ, അവര് വേഗത്തിൽ ഓടിയൊന്നുമില്ല, അവര് പതുക്കെ ഇവന്റെ അടുത്തേക്ക് നടന്നു വന്നു. ഏകദേശം ബോധം പോകുന്ന മൊമെന്റ് വരെ ഇവരിങ്ങനെ നടന്നു വരുന്നത് ബ്ലറി വിഷനിൽ അവന് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അവനൊന്നും ഓർമ്മയില്ല. പിന്നെ അവൻ കണ്ണ് തുറക്കുന്നത് ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. മേ ബി സ്വാഭാവികമായിട്ട് എവിടെയായിരിക്കും? ഈ എഗ് ഷേപ്ഡ് യുഎഫ്ഒന്റെ ഉള്ളിലായിരിക്കും. അവൻ കാണുമ്പോൾ ഒരു കൂർത്തിട്ടുള്ളൊരു ഡൂമാണ്. അതായത് ഈ
ഷേപ്പിന്റെ ഉൾഭാഗം അവിടെ മൂപ്പർ ഇങ്ങനെ ഒരു സെറാമിക് പോലെ ഫുൾ വെള്ളയാണ് കേട്ടോ, ഫുൾ വെള്ള, ഫുൾ വെള്ളയാണ് ഉള്ളില് സെറാമിക് പോലത്തെ ഒരു സ്ഥലത്ത് കിടത്തിരിക്കുക. സ്വാഭാവികമായിട്ടും ഡ്രസ്സില്ല. ഈ ഡ്രസ് ഇല്ല എങ്കിലും അവന്റെ ശരീരത്തില് ജെല്ലി ടൈപ്പ് എന്തോ ഒരു സാധനം വെച്ച് അവർ കവർ ചെയ്തിട്ടുണ്ട്. ജെല്ലി ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പക്ക ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജെല്ല്, ആ ജെല്ല് നമ്മുടെ ശരീരത്തിൽ ഈ മറ്റേ എന്താ പറയാ നമ്മൾ മുടിയിലൊക്കെ തേക്കുന്ന ടൈപ്പ് ക്രീമുകളുണ്ടല്ലോ, അതായത് ട്രാൻസ്പെറന്റ് ആയിരിക്കും, അത് നമ്മുടെ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ അത് കട്ടിക്ക് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലൊരു ജെല്ലിന്റെ ഉള്ളിലാണ് അവൻ കിടക്കുന്നത്. നമ്മുടെ ഈ ഇത് അലോവേര ഒക്കെ തേക്കുമ്പോ എങ്ങനെ ഉണ്ടാവും, ഒരു ജെല്ല് തേക്കാറുണ്ട് നമ്മുടെ ഈ ECG എടുക്കുമ്പോൾ, അതേ മോഡ് ഒരു സാധനം, തണുപ്പുള്ള ഒരു സാധനം. അതിന് തണുപ്പുണ്ടെന്ന് അതിൽ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്കത് വായിക്കുമ്പോ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം തേച്ചിട്ട് അവനെ കിടത്തിക്കാണ്. അവന് വസ്ത്രങ്ങളൊന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൻ നിൽക്കുന്ന ആ മുറിയിലേക്ക് 3 ആൾക്കാർ കയറി വന്നു. 2 നേരത്തെ കണ്ട ഏലിയൻസും ഒരു പെണ്ണും. ആ പെണ്ണ് ഫുള്ളി നേക്കഡാണ്. ആ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോ സാധാരണ ഒരു മനുഷ്യ സ്ത്രീ എങ്ങനെയാണോ അതേപോലെ സ്കിന്നൊക്കെ ഗ്രേ കളറാണ്, പക്ക ഗ്രേ കളർ സ്കിന്നാണ്. ഈ നേരത്തെ വന്ന ഹെൽമെറ്റ് ഇട്ട ടീം ഇപ്പൊ ഹെൽമെറ്റ് ഊരി വെച്ചിട്ടുണ്ട്. അവരുടെ കണ്ണ് വലിയ കണ്ണുകളാണ്, നീല കളറില്. അതിന്റെ കൃഷ്ണമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ലൈൻസ്, പൂച്ചേന്റെ ഒക്കെ കണ്ണുപോലെ എന്നാണ്, കാറ്റ് ലൈക്ക് ഐസ് എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് പൂച്ചയൊക്കെ നമ്മൾ സൂക്ഷിച്ച് എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഒരു ലൈൻ മാത്രമാണ് കൃഷ്ണമണി പോലെ ഉണ്ടാവുക, റെപ്റ്റൈൽസിന്റെ കണ്ണു പോലത്തെ സാധനം. അപ്പം അങ്ങനെ ഒരു കണ്ണാണ് ഇവർക്ക് ഉണ്ടായത്. ഈ പെണ്ണിനും അതേപോലെ തന്നെ നീല വലിയ കണ്ണുകളും കറുപ്പ് ലൈൻസ് ആയിട്ടുള്ള കൃഷ്ണമണി. അവള് ഫുൾ നേക്കഡാണ്. അവളുടെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനം അല്ലേ, പ്ലാറ്റിനത്തിന്റെ ചെറിയ നാരുകളാണ് മുടി. അങ്ങനെ ഷൈനി ആയിട്ടുള്ള വെള്ളി കളറുള്ള പ്ലാറ്റിനത്തിന്റെ കളറുള്ള ചെറിയ നാരുകളാണ് അവളുടെ മുടി. അതിൽ തന്നെ അവളുടെ പ്യൂബിക് ഏരിയയിലെ ഹെയറിന്റെ കളർ റെഡായിട്ട് കത്തുന്ന റെഡ്, മനസ്സിലായോ? അതായത് കൈയിന്റെ താഴെയായിട്ട് റെഡ് കളറിൽ പ്യൂബിക് ഹെയർ കാണാം. ഇതൊക്കെ ആന്റോണിയോ കാണുകയാണ്. ഇവരെ ഇവിടെ ആക്കിയിട്ട് ഈ 2 പേരങ്ങോട്ട് പോയി ഈ സ്ത്രീ വന്നിട്ട് ഈ ജെല്ല് കീറിയിട്ട് അവനുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്തു എന്നാണ് അവൻ ക്ലെയിം ചെയ്യുന്നത്. ഇതുവരെ കേൾക്കാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏലിയൻ എൻകൗണ്ടേഴ്സിലെ ഫസ്റ്റ് സാധനമാണിത്, മനസ്സിലായി? ഇത്രയും കാലം ഏലിയൻസ് നമ്മുടെ മറ്റേ ചോരയും നീരും എടുത്ത് സാമ്പിൾ ചെയ്ത് പോവുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഡയറക്റ്റ് ആണ്. എന്നിട്ട് ആ ഒരു ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവനോട് ചിരിച്ചിട്ട് അവള് പോയി. ഷീ സ്മൈൽഡ് എന്ന് പറയുന്നുണ്ടായില്ല. അതായത് അതിനുശേഷം അവള് ചിരിച്ചു അവനെ നോക്കിയിട്ട്, എന്നിട്ട് അവള് പോയി. പിന്നെ അവന് ബോധം വരുന്നത് അവന്റെ വീട്ടിൽ വെച്ചാണ്. ആ വീട്ടിൽ അവൻ എത്തുമ്പോഴും അവൻ ഡ്രസ്ഡ് ആണ്, പക്ഷെ അവന്റെ ശരീരത്തിൽ മുഴുവൻ ആ ഒരു ഓയിലി സാധനം ഉണ്ട്. മനസ്സിലായോ? ആ ഓയിലി ഫീൽ ഉണ്ട്. അവന്റെ ശരീരം ചുട്ട് പൊള്ളുകയാണ്, അത്രയും ചൂടും. അന്ന് ഏതോ ഒരു ഡോക്ടറെ കാണിച്ച സമയത്ത് ആ ഡോക്ടർ പറഞ്ഞത് എന്തോ ഒരു റേഡിയേഷൻ അലർജിയാണ് എന്ന് പറഞ്ഞത്ര. എന്തോ ഒരു നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു റേഡിയേഷൻ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്ന ഒരു അലർജി ഇല്ലേ, അങ്ങനെ ഒരു അലർജിയാണ് ഈ ഒരു പനിക്ക് കാരണം. റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ ഡോക്യുമെന്റഡ് അല്ല. അതായത് കൃത്യമായിട്ട് തെളിവുണ്ടോ അന്ന് അവനെ കൊണ്ടുവരുന്ന അവന്റെ ശരീരത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഓയിലി ഫീച്ചർ എന്താണ്, ഇതൊന്നും നമുക്ക് അന്ന് തെളിയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇങ്ങനൊരു സംഭവം 1957 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.